നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20. അങ്ങനെ ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടെ തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഈ മാസം 10-ാം തീയതിയോടുകൂടി ആരംഭിച്ച കൺസോളിഡേഷൻ തുടർച്ചയായി ഇന്ന് 7ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ തുടരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഒരിക്കൽ പോലും നേട്ടത്തിലേക്ക് തിരിച്ചു വരുവാനുമായില്ല. ഇന്ന് കൺസോളിഡേഷനോടുകൂടി ാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ സെൻസെക്സില് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എന്നാൽ അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ്പില് ഫ്ലാറ്റ് ആയിട്ടും മിഡ് ക്യാപ്പിന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടും ഓപ്പൺ ആകേണ്ടതായിട്ടും വന്നു. മാർക്കറ്റിൽ ഇന്ന് കാര്യമായ ചാഞ്ചാട്ടങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിഫ്റ്റിയിൽ ഇന്ന് ആകെ 130 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുമുള്ളൂ. നിഫ്റ്റിക്ക് 95 പോയിന്റുകളുടെയും സെൻസെക്സിന് 442 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 576 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.16%, മിഡ് ക്യാപ്പിന് 0.6% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 1575 സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും അതേസമയം 1410 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, മാരുതി സുസുക്കി, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നപ്പോൾ ട്രെൻഡ്, സിപ്ല, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NTPC, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി. ഹെൽത്ത് കെയർ, ഫാർമ, PSU ബാങ്ക്, IT തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വെള്ളിയാഴ്ച നേരിയ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 17 പൈസയുടെ നഷ്ടത്തോടുകൂടി 96.45 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇന്നുണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് അതിലെ 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് US ഡോളറിനെതിരെ എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. ഇന്ന് വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇക്വിറ്റിയുടെ മുകളിലുള്ള LTCG ടാക്സ് സ്ക്രാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിന് മുൻപിലില്ലെന്നുള്ള കാര്യത്തിന് ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വ്യക്തത നൽകിയതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. ബെറ്റർ ആയിട്ട് വന്ന Q1 ഏർണിംഗ്സിനെ തുടർന്ന് ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 5% ഉയർച്ച അനുഭവപ്പെട്ടു. കൺസോളിഡേഷനോട് കൂടിയിട്ടാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റില് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയവയുടെ Q1 ഏർണിംഗ്സിന് മുകളിലുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നതും. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഇവയുടെ മുകളിലുള്ള പ്രതീക്ഷയായിരുന്നെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞത് എസ്പെഷ്യലി ബാങ്കിംഗ് മേഖലയിൽ നിന്നുമുള്ള HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സുകൾ നിരാശപ്പെടുത്തിയത് തന്നെയാണ്. എസ്പെഷ്യലി HDFC ബാങ്കിലൊക്കെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴ്ന്ന നിലയിലായിട്ടാണ് ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇതിനെ തുടർന്ന് HDFC ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 5%, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയവയുടെ സ്റ്റോക്ക് പ്രൈസിൽ 3% ഇടിവ് നേരിട്ടപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനും ആക്സിസ് ബാങ്കിനും ഇന്ന് സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടതായിട്ടും വന്നു. ആയതിനാൽ തന്നെ ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ഉടലെടുത്ത ശക്തമായ സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നൊരു ഘട്ടത്തിൽ പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ കാര്യമായി തടയിടുകയും ചെയ്തത്. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. HDFC ബാങ്കിലൊക്കെ 5% ഇടിവ് നേരിട്ടെങ്കിൽ അതെന്തോരും നമ്മുടെ ഇൻഡെക്സിനെ പുറകോട്ട് വലിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ധാരണയുമുണ്ട്. കൂടാതെ Q1 ഏർണിംഗ്സുകൾ ബെറ്റർ ആയിട്ട് വന്നെങ്കിൽ കൂടിയിട്ടും മാത്രമല്ല ഇന്ന് ഒരു ഘട്ടത്തിൽ നേട്ടം കൈവരിക്കുവാനായ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇന്ന് അവസാന ഘട്ടമായി തോർന്നു പോയിക്കൊണ്ട് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നതും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് സാരമായ രീതിയിൽ
തുടർന്നതിൽ തന്നെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം 4.5% ഉയർച്ച രേഖപ്പെടുത്തിയ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്നും വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ 2.5% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം മൊത്തത്തില് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 7%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 6% ഉയർച്ച അനുഭവപ്പെട്ടു. ബ്രെന്റ് ക്രൂഡിന്റെ വില 90 എന്ന സൈക്കോളജിക്കൽ ലെവലും ഇന്ന് രാവിലെ മറികടക്കുകയും ചെയ്തിരുന്നു, എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന്. പിന്നീട് ഇന്ന് എണ്ണയുടെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ശനിയാഴ്ച വെളുപ്പിനത്തെ ക്ലോസിംഗ് ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് എണ്ണയുടെ വിലയ്ക്ക് എത്തിച്ചേരാനായെങ്കിലും $88 ബ്രെന്റ് ക്രൂഡിന്റെ വില നിലകൊള്ളുന്നതും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ആയിട്ടുള്ള എണ്ണയുടെ വില ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിനെ വീണ്ടും വീക്കൻ ചെയ്യുവാനും ഇടയാക്കി. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ എസ്പെഷ്യലി AI ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അനുഭവപ്പെട്ട പ്രഷറും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളും മൂലം. എങ്കിൽ ഇന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിന് നേരിയ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് നടത്താനാകുന്നുണ്ടെങ്കിലും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വെള്ളിയാഴ്ച ഉൾപ്പെടെയുള്ള സെല്ലിംഗിന്റെ ഫലമായിട്ട് 8,000-ലേറെ കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. വെള്ളിയാഴ്ചയെ തുടർന്ന് അവരുടെ ഭാഗത്ത് വന്ന സെല്ലിംഗും മുൻപ് കണ്ട കാരണങ്ങൾ കൂടിയായപ്പോൾ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ തളർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഇന്ന് ഒത്തിരിയേറെ നിലനിൽക്കുന്നുണ്ടെങ്കിലും എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സിലുണ്ടായ നിരാശയും തുടർന്ന് വെള്ളിയാഴ്ച 2% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ നിന്ന് 1.25% ഇടിവോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. എന്നിരുന്നാൽ കൂടിയിട്ടും ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് $ഡോളറിനെതിരെ വീണ്ടും നേരിടേണ്ടി വന്ന ദുർബലതയും ഇതിനെ തുടർന്ന് 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് $ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് എത്തിച്ചേരേണ്ടി വന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ തളർത്തുകയും ചെയ്തു. മാത്രമല്ല വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യാക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട്സുകളല്ലാതെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കാര്യമായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകളെ കുറിച്ചുള്ള ന്യൂസുകളൊന്നും മാർക്കറ്റിൽ ഔദ്യോഗികമായിട്ട് വരുന്നുമില്ല. എങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം അതിശക്തമായി തുടരുന്നതിനാൽ ജിയോ പൊളിറ്റിക്കൽ ആശങ്കകളും അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലോബലി എല്ലാ മാർക്കറ്റിലും മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്നും ജാഗ്രത പുലർത്തുന്ന കാഴ്ചയും വ്യക്തമായിട്ട് തന്നെ കാണുവാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 4% നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾ 0.25% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഹോങ്കോങ്, ഇന്തോനേഷ്യൻ, തായ്ലാന്റ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടു കൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $88.19 ക്രൂഡ് ഓയിലിന്റെ വില $82.05 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവ് അനുഭവപ്പെടുന്നുണ്ട്. $421.90 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശ്യാം മെറ്റാലിക്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 18%, റവന്യൂവില് 33% വർധനവ് രേഖപ്പെടുത്തി. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് ഗുജറാത്തിലെ ഗാവ്ദ സോളാർ പാർക്കിൽ 100 മെഗാവാട്ട് അവർ ശേഷി വനേഡിയം റെഡോക്സ് ഫ്ലോ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള EPC പാക്കേജിനായിട്ട് NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡിൽ നിന്ന് പുതിയൊരു കരാർ ലഭിച്ചു. സ്വരാജ് എഞ്ചിനീയേഴ്സ് Q1 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റില് 11%, റവന്യൂവില് 21% വർധനവ് രേഖപ്പെടുത്തി. JSW ഡ്യൂലെക്സ് 2020-21 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക GST വകുപ്പിൽ നിന്നും 15.79 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചിരുന്നു. നികുതിയും പലിശയും പിഴയും ഉൾപ്പെടെ ഇതിനെതിരെ കമ്പനി നൽകിയ അപ്പീലില് GST ഡിമാൻഡിനെ റദ്ദാക്കിക്കൊണ്ട് കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവ് കോടതി നടപ്പിലാക്കുകയും ചെയ്തു. L&T
കമ്പനിയുടെ മെറ്റൽ ആൻഡ് മിനറൽസ് വിഭാഗത്തിന് 10,000 കോടി രൂപ മുതൽ 15,000 കോടി രൂപ വരെ മൂല്യം വരുന്ന പുതിയൊരു കരാർ ലഭിച്ചു. അൾട്രാടെക് സിമെന്റ് ക്വാർട്ടർ 1 നെറ്റ് പ്രോഫിറ്റില് 17.2%, നെറ്റ് സെയിൽസില് 16% വർധനവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പ്രോഫിറ്റില് 49.3%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 34% വർധനവ് രേഖപ്പെടുത്തി. ഡൈനാമിക് കേബിൾസ് റവന്യൂവില് 33.2%, പ്രോഫിറ്റില് 37.4% വർധനവ് രേഖപ്പെടുത്തി. ഐഡിയം പ്രോടെക് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3 കോടി രൂപയിൽ നിന്നും ഇത്തവണ 45.5 കോടി രൂപയായിട്ട് ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 70.9% വർധനവും രേഖപ്പെടുത്തി. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 16%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 12.7% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വാർട്ടർ 1 ഏർണിംഗ്സ് ആണ് ബാങ്ക് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. റെയിൽ വികാസ് നിഗം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ 359 കോടി രൂപയുടെ പുതിയൊരു പദ്ധതിക്കായിട്ട് കമ്പനിയെ ലോവസ്റ്റ് ബിഡറായിട്ട് തിരഞ്ഞെടുത്തു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.